ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ എസ്കേപ്പ് ഫ്രെഡീസ് മാൻഷൻ ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഒരു ഹൊറർ ഗെയിമാണ് റോബ്ലോക്സിലെ. നമുക്ക് ആ ഗെയിം എടുക്കാം. ഓക്കെ ഗൈസ്, അത് ലോഡിങ് ആവുന്നുണ്ട്. നമുക്ക് പ്ലേ എടുക്കാം. ഓക്കെ, നമ്മളെന്തോ ഒരു ബാത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന പോലെയാണ് ഗൈസ്. ഇതിനകത്ത് നമ്മൾ നടക്കാൻ നേരം നമ്മുടെ കാല് മൂവ് ആകത്തില്ല ഗൈസ്. ഇങ്ങനെ ഗൈസ് അവിടെ തന്നെ സ്റ്റാൻഡ് ചെയ്തവരൊക്കെ നിൽക്കും ഗൈസ്. ചില ഗെയിമിൽ എങ്ങനെയാണ് ഗൈസ് ഇപ്പം അങ്ങനെ ആയി. ഇതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. എനിക്കൊന്ന് ഗൈസ് അതായത് ലാഗ് ആയിരുന്നു. ലോഡ് ലോഡായില്ലെന്ന്. ഇപ്പോഴാണ് ലോഡായത്. താഴെ ഗ്രീൻ അല്ലായിരുന്നു, വൈറ്റ് ആയിരുന്നു. ഇപ്പോഴാണ് ലോഡായത്. മറ്റേ കുളത്തില്ല. ബി കെയർഫുൾ. ഓക്കെ, നമുക്ക് കയറി നോക്കാം. ഡോറ് നോക്കാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതെന്ത് സ്ഥലം? ഡോറാണ്, തുറക്കാം. പക്ഷേ ഈ ഡോറൊന്നും തുറക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇങ്ങോട്ടാണ് തോന്നുന്നു പോകേണ്ടത്. റോബ്ലോക്സിൻ്റെ ലോഗോ ഉണ്ട്. റണ്ണെന്ന് കാണിക്കണം. നോക്കുന്ന റൺ ചെയ്യാം. ഓക്കെ, റൺ. ഗൈസ് എനിക്കൊന്നും മനസ്സിലായില്ല. എന്നെ പിടിച്ചോ? റീസ്പോൺ ആവുന്നില്ലല്ലോ. നമുക്ക് റീസ്പോൺ കൊടുക്കാം. ഗൈസ്, നമ്മൾ ഒന്നും കൂടെ എടുത്തിട്ടുണ്ട് ഈ ഗെയിം. അവിടെ വെച്ചെന്തോ ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ കളിക്കാം. നമ്മൾ വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഗൈസ്, നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. നേരത്തെ എന്ത് ഇത്ര ലാഗായിരുന്നു? ഒട്ടും ലോഡിങ് അല്ലായിരുന്നു. അത് ബലൂൺ നോക്കിൻ്റെ ബാക്കി പുറകെ അവിടെ ചില പൊട്ടും. പൊട്ടും. എല്ലാ ഗെയിമിലും ഉള്ള ഗൈസ് പൊട്ടിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ. ഈ ആരോ ഒന്നും നേരത്തെ ഇല്ലായിരുന്നു. നേരത്തെ ഇതൊന്നും ലോഡല്ലായിരുന്നു. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ചെല്ലാം. ഗൈസ്, ഇങ്ങോട്ട് തന്നെയാണ് പോകണ്ടേ. ദേ ആ പുള്ളി വരുന്നുണ്ട്. നമുക്ക് പിടികിട്ടാതെ പോകണം. അതാണ് സംഭവം. ലോഡിങ് സ്ക്രീനിൽ കാണിച്ച അതാണ് മോൺസ്റ്റർ. നമ്മളെ പിടിക്കാൻ വരും. അതിന് മുമ്പേ നമ്മളിങ്ങനെ എസ്കേപ്പ് ചെയ്യണം. നമ്മുടെ പുറകെ ഇപ്പോഴും ചേസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇല്ല, എങ്ങോട്ടോ പോയി. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഇങ്ങോട്ടെത്തി. ചത്തു. നമുക്ക് ഇവിടെ ചാടി നോക്കാം. ഇവിടെ കുറച്ചുകൂടെ നീളമുണ്ട്. ജസ്റ്റ് ഗൈസ്. മിസ് ഭയങ്കര ടഫാണ്. നല്ല നീളമുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് നമുക്ക് ചാടാൻ കുറച്ച് പാടാണ്. നല്ല പാടായി ചാടാൻ. നമ്മളങ്ങനെ ചാടി. ഇതും കൂടി ചാടമുണ്ട്. ഓക്കെ, അതും ചാടി. അടുത്ത ചാടാൻ ജസ്റ്റ് മിസ്സിൻ ചാടിയില്ല.
ജസ്റ്റ് നമ്മൾ അവിടെ എത്തിയതായിരുന്നു. ഇനി നമ്മൾ ആദ്യം തൊട്ട് ചെയ്യണം. അതെ, നമ്മൾ ചെയ്യണം. ഓക്കെ, നമ്മൾ ജയിച്ചിട്ടുണ്ട്. സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ജയിച്ചു. പറയുന്ന ഈ ഹോളിലോട്ട് ചാടാനാണ്. നമുക്ക് എന്തായാലും ചാടിയേക്കാം. 3, 2, 1 ഗോ. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ല, അതാണ് ഇച്ചിരി കുഴപ്പം. ഇവിടെ പിന്നെ കുറച്ച് തിളക്കം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന താഴെ ലാവയുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇവിടെ ലൈറ്റ് ഒന്നുമില്ല. അല്ലാത്ത ഈ പ്രിസൺ റൺ അല്ലാത്ത ഹൊററിലൊക്കെ ഫുള്ള് ട്യൂബ് ലൈറ്റും LED ലൈറ്റും ഒക്കെയാണ് ഫുള്ള്. അതൊന്നും അത്ര ഹൊറർ ഇങ്ങനെ കാണിക്കത്തില്ല. പക്ഷേ നല്ല ഹൊററാണ് ഗൈസ്. ഫുള്ളും റോബ്ലോക്സിലെ എല്ലാ ഗെയിംസും ഇതുപോലെ എസ്കേപ്പാണ്. ഒരു ഹൊറർ ഗെയിം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എസ്കേപ്പ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനത്തെ എസ്കേപ്പ് അല്ലാത്തൊരു ഹൊറർ ഗെയിം ഞാൻ ഇതുവരെ കളിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല, അതിനെപ്പറ്റി കേട്ടിട്ടുമില്ല. എല്ലാ ഹൊറർ ഗെയിമിനകത്തും ഒരു തീം ആ ഒരു സംഭവത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക എന്താണേലും. ഗ്രാനിക്കകത്തിലും അങ്ങനെ തന്നെ എസ്കേപ്പ് ആവുക, എല്ലാത്തിലും അങ്ങനെ തന്നെ. എത്ര ഗെയിമുണ്ട്, എല്ലാത്തിലും എസ്കേപ്പ് ആണല്ലോ. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോവാം. ഒരു ഗോസ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾ കണ്ട അതൊരു ഗോസ്റ്റാണ്, മോൺസ്റ്റർ എന്നല്ല. കണ്ട 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 നമ്മുടെ പുറകെ വരുന്നുണ്ട്. നമ്മുടെ കുറേ അടുത്തെത്തി. ഇങ്ങോട്ട് പോകണം തോന്നുന്നു. അതെ, ഇങ്ങോട്ട് പോകണം. ഇപ്പോഴും കേസ് കൊണ്ടോ? ഞാൻ കണ്ടില്ല, ഞാൻ അത് ശ്രദ്ധിക്കുമായിരുന്നു. കുഴപ്പമില്ല, നമ്മളിവിടെ എത്തി. ഇവിടെ വരെ ഗോസ്റ്റ് എത്തിയിട്ട് ഇവിടെ ഓപ്പൺ ഡോറല്ലേ. ഗോസ്റ്റിന് ഇങ്ങോട്ട് വന്നുകൂടി, പക്ഷേ ഗോസ്റ്റ് നമ്മളെ ചേസ് ചെയ്യത്തില്ല. എനിക്കറിഞ്ഞൂടാ. ഇവിടെയും ചേസ് ചെയ്യായിരുന്നേ കൊള്ളായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ ഇടയ്ക്കൂടെ പോയാൽ മതി. ഇങ്ങോട്ട് പോവാം. ഇവിടെ ഒരു സ്റ്റെയർ കാണിക്കുന്നുണ്ടോ? ഒക്കെ ഇങ്ങോട്ട് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം ഇങ്ങനെ റൗണ്ടായിട്ടുള്ള ഇതില്ലേ, ഈ എന്തുവാ ഗ്രംബി ഗ്രാൻ എന്ന് പറയുന്ന ഗെയിം നമ്മൾ നേരത്തെ കളിച്ചിട്ടുണ്ട്. ആ ഗെയിമിനകത്തിലും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ റൗണ്ട് സ്റ്റെപ്പ് കയറുമ്പോൾ അവൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാടും. നിങ്ങൾ നോക്കിയോ? ഞാൻ ചാടുന്നതല്ല, തന്നെ ചാടുക. ജമ്പ് ചെയ്യുക. അങ്ങനെ ഓരോ വളവ് വരുമ്പോഴേ ചാടും. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇത് ഓപ്പണായി. ഞാൻ വിചാരിച്ച് അങ്ങോട്ട് നമുക്ക് പോകാനാണ്. ഓക്കെ, ഹോളിലോട്ട് ജമ്പ് ചെയ്യാം. ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് ചാടാം. ഓക്കെ ഗൈസ്, നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നു ഗൈസ്. നമുക്കിനി ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യില്ല. കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കംപ്ലീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു ഗൈസ്. കൊള്ളാതെ നമ്മൾ പോവാം കൊണ്ട്. നമ്മൾ പോലും കാണത്തില്ല. ഒരു ചെറിയ അവിടെ കൈയുടെ ഒരു വിരലിൻ്റെ ചെറിയൊരു തുമ്പ് കൊണ്ടാൽ മതി, നമ്മൾ അപ്പോഴേ അങ്ങ് ഡെഡായി പോവുക. റിയൽ ലൈഫിലല്ലേ ശേഷം അങ്ങനല്ല കേട്ടോ. കൈയുടെ വിരൽ മുറിഞ്ഞു പോകത്തേ ഉള്ളൂ. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് എന്ത് ചെയ്യണ്ടേ? ഇതുവഴി പോകണല്ലേ? ഓക്കെ,
ഡോണ്ട് സ്റ്റെപ്പ് ഓൺ ദ ബ്രോങ് ഗ്ലാസ്. ഗായ്സ്, ഇതൊരു സ്ക്വിഡ് ഗെയിമിൻ്റെ കോപ്പിയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിന് നമ്മൾ ചില ക്ലാസ്സിൽ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ പൊട്ടും. അതാണ് സംഭവം. നമുക്ക് ഈ വയസ്സുള്ള സംഭവമാണ്. നടുക്കൂടെ പോകാൻ പറ്റുമോ? പറ്റില്ലല്ലേ? ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. കാരണം ഇപ്പോൾ നമ്മൾ ഒരു തവണ ചെയ്തത് പൊട്ടി. അത് നേരത്തെ അവിടെ തന്നെ നമുക്ക് കാണാം. പിന്നെ ഇതായിരിക്കും. ഓക്കെ, അത് കറക്റ്റ്. പിന്നെ നമുക്ക് ഒന്നും കൂടി ഇത് തന്നെ ആയിരിക്കും. ഒന്നും കൂടി തന്നെ അല്ല, ഒന്നും കൂടെ ഇതാണെന്ന്. കുഴപ്പമില്ല, നമുക്ക് കാര്യം മനസ്സിലായി. നമുക്ക് ഇങ്ങനെ പോകാൻ മതി. അങ്ങോട്ട് ചാടണം, ഇങ്ങോട്ട് ചാടണം. ഓ ഗൈസ്, കുഴപ്പമില്ല. ഇത് കുറേ ചാൻസ് ഉണ്ട് നമ്മൾ വീണ്ടും റിസ്ക് ആണ്. റിയൽ ലൈഫിൽ സ്ക്വിഡ് ഗെയിം ഇങ്ങനെയൊക്കെ വന്നാൽ കുറച്ച് കാണുന്നത്. സ്ക്വിഡ് ഗെയിമിൻ്റെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഭയങ്കര ഈസിയാണ്. എല്ലാവരും ഭയങ്കര പാടായിട്ടാണ് ചെയ്യുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്ത് തീർക്കും. ഇങ്ങോട്ട് നോക്കുമ്പോൾ അനങ്ങായിക്കുക, അങ്ങോട്ട് പോകുമ്പോൾ പോവുക. അതാണ് സംഭവം. എനിക്ക് കൺഫ്യൂഷൻ. നമുക്ക് നേരെ അങ്ങ് ചാടിയേക്കാം. ഓക്കെ, ഞാൻ $1 മില്യൺ $10 മില്യൺ ഒക്കെ ഈസി ആയിട്ട് അടിച്ചതിന് സ്ക്വിഡ് ഗെയിമിൽ റെഡ് ലൈറ്റ് ഗ്രീനിലാണ്. പക്ഷേ ഇങ്ങനത്തെ ഗെയിമൊക്കെ വരുമ്പോഴേ ടാസ്ക്. ഇവിടെ ഒരു ട്രിക്കും ഇല്ല. നമ്മുടെ ടാലൻ്റ് അല്ല ഉപയോഗിക്കേണ്ടത് ഇവിടെ. നമ്മുടെ ബുദ്ധി, നമ്മുടെ അത് ബുദ്ധിയൊന്നും പറ്റത്തില്ല. ഇതിനകത്ത് ഒരു മനുഷ്യനെ കാണാൻ പറ്റത്തില്ല ഏതാ റോങ് ഗ്ലാസ് എന്ന്. ഫുള്ള് സെയിം കളറാ, എല്ലാം സെയിം. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? ഗ്ലാസ് ഇത്രേ നമ്മളെത്തി ഗൈസ്. നമുക്ക് സ്പീഡിലൊക്കെ പോകാം. നമ്മൾ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ജയിച്ചു. പക്ഷേ എന്ത് പോർട്ടലാണ്? നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റൂ? വേണ്ട കഴിച്ചു, നമ്മൾ താഴെ വീഴും. പറയാൻ പറ്റത്തില്ല. നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റും കഴിച്ചു, പക്ഷെ നമ്മൾ മരിച്ചു പോകും. നമുക്കിനി ഒന്നും കൂടി ചെയ്യണം. കുഴപ്പമില്ല, അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഈ ഡോർ ഓപ്പൺ ചെയ്യാം. ഇവിടെ വേറെ ടൈപ്പ് ലേസുകളുണ്ട്. വേറെ ആൾ ഇങ്ങോട്ട് വരുന്നത്. സാധനം ഇങ്ങോട്ട് വന്നേ. ശരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ പോകേണ്ടത് ഗെയിം ജയിക്കണമെങ്കിൽ? ഇവിടെ ഗെയിം ജയിച്ചിട്ട് എല്ലാ ഗെയിമിലും കാണുമല്ലോ ചാർട്ട് ഫ്രം ഫസ്റ്റ് എന്ന്. ഇനി ആൾ അങ്ങനെ വന്ന ആളായിരിക്കുന്നത്. വേറൊരാളും വരുന്നത്. ആരാണെന്ന് നിങ്ങളുടെ നമ്മുടെ ഇൻവൈറ്റ് ഫ്രണ്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെ റിക്വസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഒരു മേടിച്ചിട്ടുണ്ട്. റിയൽ ബീസ് തന്നെ വെച്ചിട്ട് മൾട്ടിപ്ലെയർ കളിക്കുന്നത്. നമുക്ക് റിയൽ ബീസ് തന്നെ വെച്ച് വേണമെങ്കിൽ ഒന്നുകൂടെ കളയാം. നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ. റീകണക്റ്റ് കാണിക്കുന്നുണ്ട്. ഗൈസ്, റീകണക്റ്റ് ആയതുകൊണ്ട് ഇനി ആദ്യം തൊട്ടായി ചെയ്യാൻ പോവാണ്. എന്നിട്ട് നിങ്ങൾ അപ്പം തൊട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, 3, 2, 1 ഗോ. നിങ്ങൾ അപ്പം തൊട്ട് കണ്ടോ? സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹിയർ. നമ്മളിവിടെ വെച്ചായിരുന്നു മരിച്ചത്. ഞാൻ അവിടുന്ന് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഇത് ഫസ്റ്റിലത്തെ ലേസർ കൊണ്ടിട്ടാണ് നമ്മൾ മരിച്ചത്. അപ്പോൾ റീകണക്റ്റ് കാണിച്ച്, അതുകൊണ്ടാണ് ആദ്യം തൊട്ട് പോകേണ്ടി വന്നത്. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് വീണ്ടും ചെയ്തേക്കാം. ഓക്കെ, വീണ്ടും ജമ്പ് ചെയ്ത് കിപ്പ് ഈസിയാണ്. എനിക്കൊന്ന് ഗൈസ് മോൺസ്റ്റർ ബുക്കോ പല്ലുള്ള ബുക്ക്. ഇത് നമ്മളെ കടിക്കാതെ നമ്മൾ നോക്കണം. ഓക്കെ, കാര്യം വേണ്ടി കിട്ടി. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. സിമ്പിൾ, അത്ര സിമ്പിളല്ല. റിയൽ ലൈഫിൽ ഇതുണ്ട് സിമ്പിളാണ്. ഇതിങ്ങനെ കൺട്രോൾ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ചിലതൊക്കെ പാടാം. പാർക്ക് ലാവയിൽ കൂടെ പോകുന്നത്, അതൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. റിയൽ ലൈഫിൽ നമ്മൾ ഒരു തവണ മരിച്ചാൽ റീസ്പോൺ ആവത്തില്ല.
ഓക്കെ, ഇവിടെ എത്തി. ഇനി ഈ ഓരോ ബുക്കുകളുടെ മുകളിൽ കൂടെ പോകണം. ഗൈസ്, നമ്മൾ വീണ്ടും ഇവിടെ തന്നെ എത്തും ഗൈസ്. ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. നമ്മൾ ഇവിടെ തന്നെ എത്തും, പക്ഷെ കുഴപ്പമില്ല, നമ്മളങ്ങ് ചെയ്യും സ്പീഡിൽ. ഞാനെല്ലാം സ്പീഡിൽ തന്നെ തീർക്കുവാണ്. നമ്മളിപ്പോൾ ഇതെല്ലാം ഫുള്ള് സ്പീഡിൽ ചെയ്ത് വയ്ക്കും ഗൈസ്. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് എന്തോ ഗൈസ്, ഒരു വിരൽ തുമ്പ് കൊണ്ട് കഴിഞ്ഞ ഗൈസ് നമ്മൾ ഇതാ റീസ്പോൺ ആവുക. ഇത്ര ഭയങ്കര ഹാർഡാണ് ഇങ്ങനെ സർവൈവ് ചെയ്യാൻ. ഭയങ്കര സെൻസിറ്റിവിറ്റിയാണ്. ഗൈസ് നിങ്ങൾ നോക്കി, ഇത്തവണ ഞാൻ ചെയ്യും. 2 ഹാൻഡ്സ് ഉണ്ട്, അല്ല ഒരു ഹാൻഡ്സ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ചെയ്യും. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുവാണ്, ഇത്തവണ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗോൾഡ്, അല്ലെങ്കിൽ ഞാൻ ഹാക്കർ. ഓക്കെ, ഗായ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഞാനാണ് ഗോൾഡ്. ഓക്കെ, ഇപ്പം നമ്മൾ ഗോളായിട്ടില്ല. ഈ ഗെയിം നമ്മൾ ഫുള്ളും കളിച്ച് തീർക്കുമോ? ഇത് ഫുള്ള് നമ്മൾ കളിച്ച് തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ VCPXD ആണ്, റിയൽ VCPXD ആണ്. എങ്ങനെയെങ്കിലും നമ്മൾ ഈ വീഡിയോ ഫുള്ള് തീർക്കും. നമ്മളിത് കളിച്ച് തീർക്കും ഗൈസ്. ഫ്രെഡീസ് മാൻഷൻ നമ്മൾ എസ്കേപ്പ് ആവും. ബ്ലഡ് ആണ് ഗൈസ്, അത് കളറാ, എന്തോ സംഭവം എന്ന് അറിഞ്ഞൂടാ ഗൈസ്. പക്ഷെ ഇതുവഴി ചാടാൻ പറ്റത്തില്ല, പിന്നെ ഇതുവഴി പോകേണ്ടത്. എനിക്കൊന്ന് ലൈറ്റിൽ കൂടെ ആണെന്ന്. അതെ ഗൈസ്, ലൈറ്റേ കൂടെ നമ്മൾ ജമ്പ് ചെയ്ത് പോകണ്ടേ. അത് ക്രൈസിയാണ്, അത് വിയേർഡായിട്ടാണ്. ഇതുവരെ നമ്മൾ ആലോചിച്ചിട്ടില്ല ഇങ്ങനെ ലൈറ്റിൽ കൂടെ ജമ്പ് ചെയ്ത് പോകുന്നത്. ഇങ്ങോട്ടൊരു ഡോർ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എത്തി. വേറൊരു പ്ലെയർ ഉണ്ട് ഇവിടെ. ഇങ്ങോട്ടെന്താ ലൈറ്റ് അടിക്കുന്നു? ഓക്കെ, വിൻഡോയിൽ നിന്ന്. ഇവിടെ ലൈറ്റിലോട്ട് ജമ്പ് ചെയ്യണം. താഴെ ഉണ്ട് ഗോസ്റ്റ്. താഴെ ഒരു ഗോസ്റ്റ് ഉണ്ട്, അത് നമ്മളെ പിടിക്കാൻ വരും ഗസ്. പല വാൾസിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഗസ്. ഇവരുടെ ദേഹത്ത് കൊള്ളാതെ നമ്മൾ ചെയ്യണം.
നമ്മളാ സ്വിച്ച് ഇട്ടപ്പോൾ വേണ്ടി ഇവിടുത്തെ തീ അണഞ്ഞ് നമുക്ക് നേരം അങ്ങോട്ട് ചാടി പോകണം. അങ്ങോട്ട് ചാടി നമ്മൾ ടേൺ ഓഫ് ദ ഫയറൊക്കെ നമ്മൾ ഫയർ ഓഫ് ചെയ്ത് നമുക്ക് ഇതേക്കൂടെ പോവാം. ഗൈസ് ലാഡറാണോ? ഞാൻ വിളിച്ച് താഴോട്ട് ഹോളാണ്. ഇങ്ങനത്തെ ലാഡർ. ഓക്കെ, ഫ്രെഡി ഈസ് കമ്മിങ്. ഷുവർ, കമ്മിങ്. വേർ ആർ യു? ഗൈസ് എല്ലാ ഹൊറർ ഗെയിമിലും നിങ്ങൾ കാണുന്നതാണ് ഇങ്ങനെ കാണിക്കും. ഐ സി യു, ഐ എം കമ്മിങ് ടു ക്യാച്ച് യു, ഇങ്ങനെ കാണിക്കും. പക്ഷേ ആ സാധനത്തിന് കാണത്തുമില്ല. നമ്മളെ വെറുതെ പേടിപ്പിക്കാൻ പറയുകയും ചെയ്യും. എനിക്കതൊട്ടും ഇഷ്ടമല്ല. ഈ താഴത്തെ ഈ ഗ്രീൻ വെള്ളം തരണ്ടി മുകളിൽ നിന്ന് വീഴുന്നതാണ്. മുകളിൽ ചെറിയൊരു സംഭവം വീഴുന്നുണ്ട്, നിങ്ങൾ നോക്ക്. ഇത് ആ പൈപ്പിൽ നിന്ന് വീഴുന്നുണ്ട്, അതാ താഴെ കിടക്കുന്നത്. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് ജമ്പ് ചെയ്യാം. 3, 2, 1 ഗോ. ഓക്കെ, നമ്മൾ ജമ്പ് ചെയ്തിട്ടുണ്ട്. ഫ്രെഡി വരുന്നു. ഈ ഗ്രീൻ വെള്ളത്തിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുമോ? എനിക്ക് തോന്നിയ കാരണം ആ ഫ്രെഡി അതിൽ കൂടെയാണ് വന്നത്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് വരാൻ പറ്റത്തില്ലേ? വെറുതെ പോയിട്ട് മേടിച്ചുകൊണ്ട് വരണ്ട. അതുകൊണ്ട് നമുക്ക് ഇതുവഴി പോയിട്ട് വഴിയൊന്നും കണ്ടില്ലേ പോവാം. വഴിയുണ്ട്, ചാടി. ഓക്കെ, ഡഞ്ചൺ ഒബ്ജക്ട്സിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ആവണം. അതൊക്കെ എനിക്ക് ഭയങ്കര സിമ്പിളാണ്, എനിക്കിഷ്ടമാണ്. ഓക്കെ, നമുക്ക് അത് ചെയ്യാം. നമ്മൾ ചെയ്തു ഗൈസ്. ഇവിടെ ബട്ടൺ പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു. പ്രസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് പൊങ്ങി വരുന്നു. ചത്തു ഗൈസ്. ചത്തു. പക്ഷേ കൈയും കൊണ്ട് പിടിച്ചു നിന്നായിരുന്നു, പക്ഷേ ഞാൻ ചത്തു. ഇത്തവണ നമ്മൾ ചെയ്യും. കുറച്ചുകൂടെ സൂം ഇൻ ചെയ്ത് നിൽക്കാം. ഞാൻ ജമ്പ് ചെയ്തല്ലോ. എനിക്ക് തോന്നി ഇവർ ഈ എന്തുവാ ഗ്രില്ല് പോലത്തെ സാധനത്തിൻ്റെ ഏറ്റവും ലാസ്റ്റിലെത്തിയിട്ട് വേണം ജമ്പ് ചെയ്യാനൊക്കെ. 3, 2, 1 അങ്ങനെ നമ്മൾ ഏറ്റവും ലാസ്റ്റിലെത്തിയിട്ട് ജമ്പ് ചെയ്താലേ എത്തൂ. നമ്മളെല്ലാവരും ചാടുന്നത് അവിടെ നിന്നാണ്, അതുകൊണ്ടാണ് നമ്മൾ വീഴ് വന്ന് നമ്മൾ ചാടത്തില്ല. ഈ വെള്ളം ഇതുവഴി ഒഴുകി വരുന്നുണ്ട്. ഗായ്സ് ഞാൻ ജമ്പ് ചെയ്തിട്ടും എന്നെ ആ വെള്ളം വലിച്ചുകൊണ്ട് പോയി. അതെന്ത് ഗായ്സ്? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 3, 2, 1 ഗോ. ഗായ്സ് എന്നെ വലിച്ചുകൊണ്ട് പോയി ഗായ്സ് ആ വെള്ളം. ഇത്തവണ ട്രൈ ചെയ്താൽ ഉറപ്പിച്ചു അത് നമ്മളെ വലിച്ചുകൊണ്ട് പോവാ. അല്ല ഗായ്സ്, വലിച്ചുകൊണ്ട് പോയില്ല. അതെങ്ങനെ? ഫസ്റ്റിലൊക്കെ നിങ്ങൾക്ക് കാണായിരിക്കും ഈ ജമ്പ് ബട്ടൺ ഇങ്ങനെ വൈറ്റ് കളറിലാവുന്നത്. ഞാനപ്പോൾ ജമ്പ് ചെയ്തെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഞാൻ ജമ്പ് ചെയ്തു, ഞാൻ എത്തിയില്ല. ഓക്കെ, ഞാൻ എത്തി. ഇനി ആ കാര്യം പറയണ്ട. ഇങ്ങോട്ട് പോവാം. റോബ്ലോക്സ് നല്ല ഗ്രാഫിക്സ് ആയിസ്. ഈ പ്ലെയറിനെ കൂടെ ഒന്ന് റിയൽ ഹ്യൂമൻ ഒക്കെ ആയിരുന്നു കൊള്ളായിരുന്നു. ബാക്കി ഫുള്ള് സീൻ എന്തോ പോലെ.
ഭയങ്കര ആനിമേഷൻ. പക്ഷേ ഇത് ബാക്കിലിട്ട് വെക്കുമ്പോൾ ഞാൻ താഴെ ഇറങ്ങുന്ന പോലെ തോന്നില്ലേ? ഇങ്ങോട്ട് വെക്കുമ്പോൾ മുകളോട്ട്, ഇങ്ങോട്ട് വെക്കുമ്പോൾ താഴോട്ട്. ശരിക്കും ഞാൻ താഴെ ഇറങ്ങുവാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ എത്തി. ഓക്കെ ഓക്കെ. റൺ ടു ദ ബസ്. ബസ് എന്തേ? ബസ് കാണുന്നില്ല. പക്ഷെ റൺ ടു ദ ബസ്. നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഗൈസ്, ഗോസ്റ്റും ഫ്രെഡിയും കൂടാണ് നമ്മൾ ഇത്തവണ പിടിക്കാൻ വരുന്നത്. അവിടാണ് ബസ്. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോവാം. ഓപ്പൺ ദ ഡോർ. നമ്മൾ കയറി ഗൈസ്. ഇനി നമ്മളെന്താണ് ചെയ്യേണ്ടത്? ക്ലോസ് ദ ഡോർ. ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എനിക്കെന്ന് വെച്ചാൽ ഈ ബസ്സിൻ്റെ ബാക്കിൽ എന്തെങ്കിലും കാണും. ബസ് മൂവ് ചെയ്യുന്നുണ്ടോ? നോക്കട്ടെ ഗൈസ്, ബസ് മൂവ് ചെയ്യുന്നുണ്ട്. ഗൈസ് മനസ്സിലായി. നമ്മൾ ജയിച്ച കളിയിൽ ഫ്രെഡിയുടെ മാൻഷനിൽ നിന്ന് നമ്മൾ പുറത്തെത്തിയത്. എന്തായാലും കാണിക്കാം നിങ്ങളെ. എൻ്റെ ബസ് എന്തി? നമ്മളിവിടെ ഷെയറില്ല, ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കി ഇങ്ങോട്ട് ജമ്പ് ചെയ്യാം. പക്ഷെ താഴെയാ. ഞാൻ മരിച്ചു. സംഭവം എന്തോ ഗൈസ്? റൺ ടു ദ ബസ്. കാര്യം മനസ്സിലില്ലേ? ഞാൻ ബസ്സിൽ നിന്നിട്ട് എനിക്കെന്താ അങ്ങനെ? പക്ഷെ എന്താ എനിക്ക് ബസ്സിൽ കയറാൻ പറ്റത്തേ? പക്ഷെ എനിക്ക് ബസ്സിൽ കയറാൻ പറ്റുന്നില്ല. എനിക്ക് ബസ്സിൽ കയറാൻ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, ഇങ്ങോട്ട് ഓടി നോക്കാം. അല്ല ഗൈസ്, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. എൻ്റെ ഒരു കിണ്ണൻ ഐഡിയ ഉണ്ട്. ആ ബസ് ഒക്കെ വന്നില്ലല്ലോ. ആ ബസ് പോയ വഴി ഞാൻ മുമ്പേ കണ്ടു. ഈ വഴി തന്നെ സ്ട്രെയിറ്റ് പാത്തായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്നു പോയാലും മതിയല്ലോ. നമുക്ക് അങ്ങോട്ട് നടന്നു പോയാലും മതി ഗൈസ്. നടന്നു പോകും നമ്മളവിടെ കളി. നമ്മൾ നടന്നു പോകും. ഇതേ ഗൈസ്, നമ്മൾ നടന്ന് ഇവിടെ എത്തി. ലീവ് എ ലൈക്ക് ഓൺ ദ ഗെയിം. നമ്മൾ എസ്കേപ്പ് ആയി. അതിൻ്റെ അർത്ഥം ഗൈസ്, ഞാൻ ആ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഞാൻ ഫ്രെഡി ചെയ്ത്. എനിക്ക് മനസ്സിലായി എന്താ പ്ലെയറിൻ്റെ അത്ര സ്പീഡ് ഫ്രെഡിക്ക് ഇല്ലാത്തതെന്ന്. ഫ്രെഡി ഇത്ര സ്ലോയിലാണ് വരുന്നത്, കണ്ടോ? അതുകൊണ്ടാണ് ഇതില്ലാത്തത്. നമുക്ക് ഗോസ്റ്റായി നോക്കാം. ഗോസ്റ്റിന് ഇത്ര സ്പീഡേ ഉള്ളൂ. കൊള്ളത്തില്ല ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് സ്പീഡ് പാഡ് പ്രസ് ചെയ്യാം. ഞാൻ ഗോസ്റ്റായിട്ട് സ്പീഡ് കിട്ടി. ജമ്പ് പാഡ് പ്രസ് ചെയ്യാം. ഗൈസ്, നമ്മൾ കളി ജയിച്ചു ഗൈസ്. നമ്മൾ കളി ജയിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഗൈസ്, ജമ്പ് പാഡ് പ്രസ് ചെയ്ത് ഗൈസ്, എന്തോ വലിയ ജമ്പായത്. 3, 2, 1 ഗോ. സീൻ ഒട്ടും സ്പീഡില്ല. ഇത് എനിക്ക് ഇഷ്ടമല്ല. എങ്ങനെ ചേഞ്ച് ചെയ്യും ഗൈസ് ഇതിനെ?
ഫ്രെഡിയാണ്. ഒന്നും കൂടെ ഞാൻ ഫ്രെഡി തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആരാകും മനസ്സിലാവുമോ? ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് കുറച്ച് സ്പീഡ് വേണം ഗൈസ്. ഞാൻ സ്പീഡ് പാഡ് പ്രസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോഴാ ഒരു ആശ്വാസം. പാത്ത് ഗിവറാ, എനിക്ക് റെഡ് മതി. ഓക്കെ, റെഡ് പാത്ത് എന്തി? റെഡ് പാത്ത് എവിടെ ഗൈസ്? നമ്മൾ പ്ലെയറായി ഗൈസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോക്ക് വേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോക്ക്